ഇല്ല, എനിക്കിത് അരുന്ധതിയോട് ചോദിച്ചേ പറ്റൂ. ചേച്ചി എന്നെ തടയരുത്. ഈ രാത്രി തന്നെ എനിക്ക് ചോദിച്ചേ പറ്റൂ. എടാ ത്യാഗരാജ, ഞാനൊന്ന് പറയട്ടെ. ചേച്ചി ഒന്നും പറയണ്ട. എന്റെ സഹോദരി എന്നുള്ളത് പോട്ടെ, ബലരാമൻ അളിയന്റെ ഭാര്യയല്ലേ ചേച്ചി. ചേച്ചി അവഹേളിക്കാന്ന് വെച്ചാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്ന എന്തിനാ? എനിക്ക് അവരോട് ചോദിക്കണം. തീർക്കും ഞാൻ ഇന്ന് അവരെ. ത്യാഗരാജ, ഞാനൊന്ന് പറയട്ടെ. ചേച്ചി എന്നെ വിട്ടെ. എടാ, ചേച്ചി ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇതൊരു പ്രശ്നമാക്കാൻ പ്രഭയ്ക്ക് ഒരു താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഇഷ്യൂ ആക്കണ്ട. പ്രഭാവതിക്ക് താല്പര്യമില്ല, എനിക്കെന്താ? എനിക്ക് ചേച്ചിയുടെ അഭിമാനമാണ് നോക്കേണ്ടത്. ഇനി ഇതില് കുഴപ്പങ്ങൾ വേണ്ടെന്ന പ്രഭയുടെ ആഗ്രഹം. ഒരു കാര്യം ചെയ്യാം, നാളെ ഞാൻ പ്രഭയെ വിളിക്കാം. എന്ത് ചെയ്യണമെന്ന് പ്രഭ പറയട്ടെ. അതുവരെ നീ ഒന്ന് ക്ഷമിക്കേ. ഇപ്പൊ തന്നെ ചെന്ന് എനിക്ക് അവരോട് ചോദിക്കണമായിരുന്നു. എന്തെന്ന് വെച്ചാ അയക്കൂ. നന്ദു, ഞാനൊന്ന് പറയട്ടെ. ദേവി ഒന്നും പറയണ്ട, ഞാൻ അവനോട് ചോദിക്കാൻ പോവാ. എന്റെ അമ്മയെ പെരുവഴിയിൽ അപമാനിച്ചിട്ട് കുടുംബത്തിലെ സമാധാനം എന്ന് പറഞ്ഞ് കൈയും കെട്ടിയിരിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. പണ്ട് അമ്പലത്തിൽ വെച്ച് ഞാൻ അവന് തല്ലു കൊടുത്തതാ. അതെന്റെ തെറ്റിദ്ധാരണയായിരുന്നു. ഇനിയിപ്പോ അറിഞ്ഞുകൊണ്ട് തന്നെ അവനുള്ള മറുപടി കൊടുത്തേ പറ്റൂ. നന്ദ, നീ ഒറ്റയ്ക്ക് പോണ്ട, ഞാനും വരാം. നമുക്ക് ഒരുമിച്ച് പോവാം. വാച്ച നന്ദ, നീ ഒന്ന് നിക്ക്. സിദ്ധു, ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. അമ്മ പറയേണ്ടത് നേരത്തെ തന്നെ പറയണമായിരുന്നു, പക്ഷെ മറച്ചു വെച്ചു. അമ്മ തടയണ്ട, അവനോട് ചോദിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ. ഇനിയിപ്പോ എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല. നന്ദ, നിനക്ക് എന്നോടുള്ള സ്നേഹവും ആത്മാർത്ഥതയും എനിക്കറിയാം. സിദ്ധു, നിങ്ങൾ ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കണം പ്ലീസ്. ബഹളമൊന്നും വേണ്ട. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ദേവി, നീ ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കാൻ താല്പര്യമില്ല. നന്ദ, ദേവിക്ക് എന്താ പറയാനുള്ളത്? അച്ഛാ, ഋഷിയോട് നമുക്ക് ചോദിക്കാം. അത് ചോദിക്കുക തന്നെ വേണം. ആദ്യം പക്ഷേ നിയമപരമായി നീങ്ങാം. അമ്മേ, ഈ പരാതിയിലൊന്ന് ഒപ്പിടണം. ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് മെയിൽ ചെയ്യാം, വിളിച്ചു പറയുകയും ചെയ്യാം. എങ്കിൽ അമ്മ ആദ്യം ഒപ്പിട്. ഞാനും ദേവി അച്ഛനും കൂടി സ്റ്റേഷനിലേക്ക് പോവാം. അവിടുന്ന് അരുന്ധതിയുടെ വീട്ടിലേക്കും. ഇന്ന് രാത്രി അവൻ ഉറങ്ങുന്നത് സ്റ്റേഷനിലെ സെല്ലിലായിരിക്കണം. നിങ്ങൾ പറയേണ്ടതൊക്കെ പറഞ്ഞു. ഇനി എനിക്ക് പറയാനൊരു അവസരം തരണം. എന്താ തനിക്ക് പറയാനുള്ളത്? എനിക്ക് വേണ്ടി പകരം ചോദിക്കാൻ നിങ്ങൾ തയ്യാറായപ്പോ തന്നെ ഒരു തിരിച്ചടി കൊടുത്തതിന്റെ സംതൃപ്തി എനിക്കുണ്ട്. അമ്മയ്ക്ക് തൃപ്തിയായി, ഇനി ഞാൻ കൂടി തൃപ്തിയാവണം. പ്രഭ പറയട്ടെ. പരാതി കൊടുത്ത പോലീസ് ഋഷിയെ അറസ്റ്റ് ചെയ്യും, അതെനിക്കറിയാം. പക്ഷെ വൈകാതെ ജാമ്യത്തിലിറങ്ങും. പക പഴയതിലും കൂടും. അതിന് അവനെ പേടിച്ച് നമ്മൾ അകത്തടച്ചിരിക്കണമെന്നാണോ? വരട്ട് പകയും കൊണ്ടവൻ ഇങ്ങോട്ട്. നന്ദ, അതല്ല. ഒരു ബഹളമൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവാൻ ആഗ്രഹിച്ച് നടക്കുക ആ പയ്യൻ. അവനിതിനെ കൂടുതൽ മുകളിലേക്ക് കൊണ്ടുപോകണം. നമ്മളായിട്ട് അതിന് വഴിവെച്ച് കൊടുക്കരുതെന്നാ ഞാൻ പറയുന്നത്. അത് ബുദ്ധിയല്ല. നിങ്ങൾ ദയവായി ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. ദേവിക, നീ ഇവരോട് പറയ്. എന്നെ ഒന്ന് മനസ്സിലാക്ക്. ഒന്നും വേണ്ട, ഇതങ്ങ് വിട്ടേക്ക്. സ്വന്തം അമ്മയെ അവഹേളിച്ചത് കണ്ട് കണ്ണടച്ചിരുന്ന നാട്ടുകാരോട് എന്ത് മറുപടി പറയും? ഒരു പ്രശ്നം നമ്മൾ പ്രതികരിക്കാൻ പോകുമ്പോ നാട്ടുകാർ കൂടുതലായിട്ട് അറിയും. ഇത് നമുക്കങ്ങ് വിട്ടേക്കാം പ്ലീസ് മോനെ. അമ്മേ, ഈ കാര്യത്തിൽ ഇനി ഒറ്റ കോംപ്രമൈസും ഇല്ല.
ഒന്നുകിൽ തിരിച്ചടിക്കണം, അല്ലെങ്കിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോകണം. നന്ദ, പ്രഭ പറയുന്ന അങ്ങനെ തള്ളിക്കളയണ്ട. പ്രഭ പറയുന്ന ഒരു കണക്കിന് ശരിയാ. ഒരു ബഹളം ആരംഭത്തിലെ തന്നെ അണയ്ക്കുന്നത് നല്ലത്.